ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സോമൻ. 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 വീട് എവിടെയാ? വീട് മുക്കൂട്ടുതറ, മുട്ടപ്പള്ളി. അതെ അല്ലേ. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ വീടല്ലേ? അയ്യപ്പൻ വന്ന് താമസിച്ച ഒരു ദിവസം താമസിച്ച വീട്. ഒരു ദിവസം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നമുക്ക് ഈ എരുമേലി എന്ന പേരിന്റെ പിന്നിൽ എന്താണ്? എരുമേലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എരുമയുടെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരിസര പ്രദേശത്തുള്ളവരെല്ലാം ഇത് ഓടിക്കുകയും ബഹളം വെക്കുകയും കൊല്ലുകയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് പന്തളം രാജാവിൻ്റെ ഭരണത്തിൻ കീഴിലിരിക്കുന്ന സ്ഥലം കൂടിയായിരുന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ ഇവിടെ വരുന്നതും. പുലിപ്പാലിന് പോകാനായിട്ട് വന്ന വഴിയാണ് ഇതുവഴി വന്ന് കാളകെട്ടിക്ക് പോകുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എരുമ ഭയങ്കര ശല്യമാണെന്നും എരുമ ആൾക്കാർ ഇവിടെ ഉള്ളവരെല്ലാം കൊല്ലുന്നതെന്നും പറഞ്ഞ് ഇവിടെ മനുഷ്യർ വേറെ ആൾക്കാരും സന്ധ്യ കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം ഇവിടെ ഉള്ള കുറേ ആൾക്കാരേ ഉള്ളൂ. അവരെല്ലാം ഓടി ഇതിന് കുറേ ദൂരം ഇവിടെ പൊരിയമ്മല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് എല്ലാവരും അങ്ങ് ഓടിപ്പോകും. ഈ വീട്ടിൽ ഈ ഒരു വല്യമ്മയായിരുന്നു അന്ന് തന്നെ താമസിച്ചിട്ടുണ്ട്. ആ വല്യമ്മ മാത്രമേ ഇവിടെ കിടപ്പുള്ളായിരുന്നു. ആ വല്യമ്മയുടെയാണ് വീട്. ഇപ്പം എരുമേലി എന്ന് പറഞ്ഞാൽ എരുമ കൊല്ലി എന്നായിരുന്നു. അത് വന്നു കഴിഞ്ഞ് എരുമ ഇവിടെ ഒരു ദിവസം ഇവിടെ വന്ന് താമസിച്ചു. അന്നേരം വല്യമ്മ അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പനാണ് ഒന്നും അറിയില്ലല്ലോ, വല്യമ്മയ്ക്ക് ആരാന്ന് അറിയില്ല, മോനെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എരുമ വരും, ശല്യം ചെയ്യും, അത് വല്യമ്മ പേടിക്കണ്ട, ഞാനത് നോക്കിക്കോളാം, നിങ്ങൾക്ക് ഇനിയും ശല്യം ഉണ്ടാകത്തില്ല എന്നാണ് അയ്യപ്പൻ പറഞ്ഞത്. അയ്യപ്പനാണെന്നുള്ള വിവരം വല്യമ്മയ്ക്ക് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെയാണ് എരുമ രാത്രിയിലാണ് കൊല്ലുന്നത്. എരുമ കൊല്ലി എന്നുള്ളത് മാറി എരുമേലി ആയതാണ്. എരുമ കൊല്ലി എന്നാണ് ആദ്യം ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര്. അത് ലോപിച്ചാണ് എരുമേലിയായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേട്ടതുള്ളൽ, അതിൻ്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോഴത്തേന് ഈ എരുമയെ കൊന്ന ഇവിടെ ഇട്ടത് അതിനെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് സന്തോഷിച്ച് അതിനെ മറവ് ചെയ്യാനായിട്ട് പീസാക്കിയൊക്കെ ആയിട്ട് കൊണ്ടുപോയതാണ്. അതിനടുത്ത് വലിയ കടയൊക്കെ കെട്ടിവെച്ച് ആൾക്കാരെല്ലാം എടുത്ത് ഓടിച്ച് കൊണ്ടുപോയതാണ്. അത് ഈച്ചയൊക്കെ പിടിച്ചപ്പം ഈ ചപ്പെടുത്ത്, അത് ഈ പാണലിൻ്റെ ചപ്പാണ്. അന്ന് വരുമ്പോൾ പാണലിൻ്റെ ചപ്പായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് വെട്ടി ഈച്ചയെല്ലാം ആട്ടി ഓടിച്ച് കൊണ്ടുപോയതാണ്. അതാണ് ഇതെടുത്ത് ഇങ്ങനെ ഈ എടുത്ത് ഇങ്ങനെ അടിക്കുന്നത്. അന്ന് ഇവിടുത്തെ എല്ലാം ഇപ്പം ഇവർ ഈ മുഖത്ത് ചായം പൂശുന്ന ഇവിടെ എല്ലാം ഒരുമാതിരി ആദിവാസി പോലുള്ള ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം കറുപ്പ് കൂടുതലും ഒക്കെയുള്ള ആൾക്കാർ ആ വേഷമാണ് ഇവരിപ്പോൾ ഈ മുഖത്തൊക്കെ ഈ ചായമൊക്കെ പൂശി ഇത് കൊണ്ടുപോയി ഇവിടെ ഈ രുദ്രക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. രുദ്രക്കുളം. അവിടെയാണ് അയ്യപ്പൻ ഈ കൊന്നിട്ട് വാള് കഴുകിയതും തിരിച്ചിവിടെ ഈ വല്യമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതും. അത് നമ്മുടെ ഇവിടുന്ന് കുറേ അങ്ങോട്ട് പോകണം. അവിടെ കൊണ്ടാണ് ഇതിനെ മറവ് ചെയ്തതെന്ന് പറയപ്പെടുന്നത്. അതിൻ്റെയാണ് ആ ഈച്ച ഓടിക്കുന്നതാണ് ചപ്പിങ്ങനെ ആട്ടിയാട്ടി പോകുന്നത്. ഇപ്പം നേരത്തെ പച്ചക്കറി എല്ലാം ഇങ്ങനെ തോളത്ത് കെട്ടി കമ്പും എല്ലാം വെച്ച് കെട്ടി അത് വെച്ച് ഇങ്ങനെ തുള്ളി അത് ഇങ്ങനെ ഈച്ചയാട്ടിയാണ് സ്വാമിയാർ വേട്ട കെട്ടി പൊക്കോണ്ടിരുന്നത്. അതാണ് അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എപ്പോഴും ഇത് ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ പേട്ടത്തുള്ളവർ കന്നിസ്വാമിമാരാണ്. ഇവിടെ എരുമേലി വരുന്ന എല്ലാ അയ്യപ്പന്മാരും എരുമേലിക്ക് വെളിയിൽ നിന്ന് വരുന്നത്. അപ്പം കാനപ്പള്ളിയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരാണെങ്കിലും പേട്ടതുള്ളിയാണ് പോകുന്നത്. കന്നിസ്വാമിമാരൊന്നുമില്ല, എല്ലാവരും പേട്ടതുള്ളിയാണ്. അതിപ്പോൾ വരുന്ന കൂട്ടത്തിൽ കന്നിസ്വാമിമാർ ഉണ്ടാവും. അത് പേട്ട കെട്ടിയാണ് പോകാൻ പറ്റും.